അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചത് എങ്ങനെ നമുക്ക് ഫോണിൽ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ഫോണിനെ കൊണ്ടൊരു ഡയലോഗ് പറയിക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ചാർജർ കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ചാർജർ ഒന്ന് ഊരി കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചാർജർ കണക്ട് ചെയ്യുമ്പോഴും ഡിസ്കണക്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ഡയലോഗ് ആണെങ്കിലും നമ്മുടെ ഫോണിനെ കൊണ്ട് നമുക്ക് പറയിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഫോണിൽ ഷോർട്ട് കട്ട്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഷോർട്ട് കട്ട് ഓപ്പൺ ആകുന്ന ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അടുത്തായിട്ട് ഇവിടെ തൊട്ട് താഴെ സെൻട്രലായിട്ട് ഓട്ടോമേഷൻ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഫോണിൽ ചെയ്തിട്ടുള്ള എല്ലാ ഓട്ടോമേഷൻസ് നിങ്ങളുടെ കാണാൻ പറ്റുന്നതാണ്. ഞാൻ അവിടെ ചെയ്തിരിക്കുന്ന ഈ 2 ഓട്ടോമേഷനിലാണ് നമ്മുടെ ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ഓട്ടോമേഷൻ ഉണ്ട്. ഈ 2 ഓട്ടോമേഷൻ വെച്ചാണ് നമ്മൾ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനെ കൊണ്ടൊരു ടെക്സ്റ്റ് പറയിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ മുകളിൽ റൈറ്റ് സൈഡിൽ പ്ലസ് ഐക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ സെലക്ട് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചാർജർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ടും വെൻ ചാർജർ കണക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്, ഈസ് കണക്റ്റഡ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ആഡ് ആക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ മുകളിൽ സെർച്ചിൽ പോയിട്ട് സ്പീക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്പീക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ സ്പീക്ക് എന്ന് പറഞ്ഞ ടെക്സ്റ്റിൻ്റെ സെക്ഷൻ നിങ്ങൾക്ക് ഒരു ഗ്രേഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം സെറ്റ് ചെയ്തിരുന്നത് ചാർജിങ് ഇനീഷ്യേറ്റഡ് എന്നായിരുന്നു, അത് മാറ്റിയിട്ട് ഞാൻ ഇപ്പോൾ ചാർജർ കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ആസ്ക് ബിഫോർ റണ്ണിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക, ഡോൺ ആസ്ക് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഓട്ടോമേഷൻ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതായത് ഞാൻ ഈ ചാർജർ റിമൂവ് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നതെന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. പ്ലസ് ഐക്കൺ കൊടുക്കുക, ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ കൊടുക്കുക. താഴെ വന്നിട്ട് ചാർജർ സെലക്ട് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ചാർജർ റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടെക്സ്റ്റ് പറയണമെങ്കിൽ ഈ ഡിസ്കണക്റ്റഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അൺചെക്ക് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ആഡ് ആക്ഷനിൽ സ്പീക്ക് ടെക്സ്റ്റ് സെർച്ച് ചെയ്യുക. ടെക്സ്റ്റിൽ പോയിട്ട് ചാർജർ ഡിസ്കണക്റ്റഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ആസ്ക് ബിഫോർ റണ്ണിങ് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ മുമ്പ് ചെയ്തിരുന്ന ആ ഒരു ഷോർട്ട് കട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം, കാരണം അത് ഇതിൻ്റെ കൂടെ പറയുകയാണെങ്കിൽ നമുക്കൊരു ബോറായിട്ട് തോന്നും. ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആ പേര് നോക്കുക, ചാർജർ കണക്റ്റഡ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഞാൻ ചാർജിങ് ഇനീഷ്യേറ്റഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടോഗിൾ ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കണ്ട ഇനേബിൾ ദിസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് ഓഫ് ചെയ്തും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചാർജർ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ പറയേണ്ടത് ചാർജിങ് കംപ്ലീറ്റഡ് ടൈം ഫോർ, അതാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചത്, അത് ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. ഞാൻ 2 ഓട്ടോമേഷൻ ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ ചാർജർ ഒന്ന് റിമൂവ് ആക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഐഫോണിൽ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് നമ്മുടെ ഐഫോണിനെ കൊണ്ട് പറയിക്കുന്നത്. അപ്പോൾ വീഡിയോ പരമായിട്ട് ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സീ യു.